ഹലോ ഫ്രണ്ട്സ്, ഇനി എനിക്ക് ചക്ക കിട്ടിട്ടോ. അത് നല്ല പഴുത്ത ചക്ക, നല്ല മധുരമുണ്ട്. അപ്പോൾ ഞാനിത് ഒന്ന് വരട്ടിയെടുത്താലോ എന്ന് വിചാരിക്കുന്നുണ്ട്. ഇതേപോലെ നല്ല നെയ്യൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. അങ്ങനെ കഴിക്കാൻ ടേസ്റ്റാണ്. അതൊന്നുകൂടി നെയ്യും ശർക്കര പാനി ഒക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുരു കളഞ്ഞിട്ട് ഇതേപോലെ എടുത്തിട്ടുണ്ട്, ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അതൊരു കടായിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പ് ആഡ് ചെയ്തെടുത്തതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കുക. ഇത് നല്ലോണം ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ഉടഞ്ഞു വന്നതിന് ശേഷം ഞാൻ ഒരച്ച് ശർക്കര, അത്രയും മതി, അധികം ക്വാണ്ടിറ്റി ഒന്നും ഇല്ലല്ലോ. അപ്പം നമുക്കതേ ആവശ്യമുള്ളൂ. നമുക്കിത് പാനിയാക്കിയിട്ട് ശർക്കര ആഡ് ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ അത് അങ്ങനെ ഇട്ട് കൊടുക്കുക. ആ ആവിയിൽ കിടന്നിട്ട് തന്നെ ആ ശർക്കര നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വരും കേട്ടോ. നമുക്കൊന്നും കൂടി അടച്ച് വെച്ചിട്ട് മെൽറ്റാക്കി എടുക്കുക. അപ്പോൾ ശർക്കര നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഞാൻ കുറച്ച് ഏലക്ക, 2 ഏലക്ക എടുത്തിട്ട് ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊടിച്ചോ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് ഞാൻ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഈ ടൈമിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ, ഡ്രൈ ഫ്രൂട്ട്സ്. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് തേങ്ങ കൊത്തായിട്ട് അങ്ങനെ ചിരകിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല കട്ടൻ ചായയുടെ കൂടെ നല്ല ചൂടോടുകൂടി തിന്നാൻ ഭയങ്കര ടേസ്റ്റാട്ടെ. നമുക്ക് ഒരുപാട് കാലം സൂക്ഷിക്കണമെങ്കിൽ നല്ലോണം നെയ്യ് ഒഴിച്ച് നല്ല ഡാർക്ക് കളറായി എടുക്കണം. ഇതിപ്പോൾ തീരൂലേ, അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല.